നമ്മുടെ എല്ലാം ഭക്ഷണങ്ങളും ഭക്ഷണ രീതികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമുക്കും നമ്മുടെ കുട്ടികൾക്കും വൈകുന്നേരത്തെ ലഘുഭക്ഷണങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ ഒരു കാലത്ത് ബിസ്ക്കറ്റ് ആയിരുന്നു സ്കൂൾ വിട്ടുവരുന്ന കുട്ടികളുടെ പ്രധാന ഈവനിങ് സ്നാക്ക്. ഇന്നും സൽക്കാര മുറികളിൽ ബിസ്ക്കറ്റിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ചായയും ബിസ്ക്കറ്റും എന്ന കോമ്പിനേഷൻ ഒരിക്കലെങ്കിലും കഴിക്കാത്തവർ കുറവായിരിക്കും. ചായയിൽ മുക്കി ബിസ്ക്കറ്റ് കഴിക്കുന്നതും ബിസ്ക്കറ്റ് ചായയിലേക്ക് അടർന്നു വീഴുന്നതും പിന്നീട് സ്പൂണിൽ കോരി കഴിക്കുന്നതുമെല്ലാം ചിലർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ചായയോടൊപ്പമോ അല്ലാതെയോ എപ്പോഴെങ്കിലും കഴിച്ചിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് ആയിരിക്കും പാർലേജി. നിങ്ങൾക്കറിയോ, ഒരു കാലത്ത് ചില ഹിന്ദു കുടുംബങ്ങളിൽ ബിസ്ക്കറ്റുകൾ വാങ്ങിക്കുകയോ കഴിക്കുകയോ ചെയ്യില്ലായിരുന്നു. മാത്രമല്ല, വരേണ്യ വിഭാഗം എന്ന് കരുതപ്പെട്ടിരുന്നവർ മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഉൽപ്പന്നമായിരുന്നു ഈ ബിസ്ക്കറ്റ്. എന്നാൽ പാർലേജിയുടെ വരവ് ആ ഒരു ധാരണ അപ്പാടെ മാറ്റിമറിച്ചു. അതുമാത്രമല്ല, നമ്മളെപ്പോലെ ഒരുപാട് പേരുടെ മനസ്സിൽ അതൊരു സ്ഥാനവും നേടി. എങ്ങനെയാണ് ഒരു തയ്യൽക്കാരനായ വ്യക്തി ഇന്ന് കുടിലുകൾ മുതൽ കൊട്ടാരം വരെ സ്ഥാനം പിടിച്ച ഈ ഒരു ബിസ്ക്കറ്റ് ബ്രാൻഡ് ഉണ്ടാക്കിയത്? കൂടാതെ എന്തിനായിരിക്കും പാർലെ അവരുടെ വളരെ സക്സസ്ഫുള്ളായ ബിസ്ക്കറ്റിൻ്റെ സീക്രട്ട് ഫോർമുല മറ്റുള്ളവരുമായി പങ്കുവച്ചത്? ഒരു ചായക്ക് 2 രൂപയിൽ നിന്ന് ഇന്നിപ്പോൾ 15 രൂപയായപ്പോഴും എങ്ങനെയാണ് ഈ ബ്രാൻഡ് ഏകദേശം 25 വർഷമായിട്ടും അതിൻ്റെ ബിസ്ക്കറ്റ് പാക്കറ്റിൻ്റെ വില 1 രൂപ പോലും വർദ്ധിപ്പിക്കാതെ നിലനിർത്തുന്നത്? ഇതെല്ലാം നമുക്ക് വിശദമായിട്ട് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യു ആർ വാച്ചിങ് റെട്രോ ഫോക്കസ് വിത്ത് വിനോദ്. പാർലേജി. തുടക്കത്തിൽ പറഞ്ഞ പോലെ ചായയിൽ മുക്കി ഈ ബിസ്ക്കറ്റ് കഴിക്കാത്ത ഇന്ത്യക്കാർ വളരെ കുറവായിരിക്കും. ഒരുപക്ഷെ നമ്മളെപ്പോലെ നമ്മുടെ അച്ഛനമ്മമാർക്കും മുത്തശ്ശന്മാർക്കും ബിസ്ക്കറ്റിനോട് വളരെ അടുപ്പം ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും കുറേ പേർക്കെങ്കിലും പാർലേജി ഒരു ബിസ്ക്കറ്റ് എന്നതിനപ്പുറം ഒരു ഇമോഷനാണ് അല്ലെങ്കിൽ ഒരു വികാരമാണെന്ന് പറയേണ്ടി വരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ ഒരു ഇമോഷൻ്റെ അടിത്തറ പാകിയത്. അന്നാണെങ്കിൽ ബിസ്ക്കറ്റ് കഴിക്കുന്നത് ഇന്ത്യക്കാർക്ക് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തേക്കൊന്ന് പോയി വരാം. അക്കാലത്ത് മാർക്കറ്റിലെ ചില വലിയ കടകളിൽ ബിസ്ക്കറ്റ് നിറച്ച ചതുരാകൃതിയിലുള്ള ടിന്നുകൾ ഉണ്ടായിരുന്നു. ഹൺഡ്ലി ആൻഡ് പാമേഴ്സ് എന്ന് വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരുന്ന ആ പെട്ടികൾ വാങ്ങിയിരുന്നത് ബ്രിട്ടീഷ് കൊട്ടാരത്തിലേക്കായിരുന്നു. അവിടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ രാവിലെയും വൈകുന്നേരം ചായ ആസ്വദിച്ച് കുടിച്ചിരുന്നത് ഈ ബിസ്ക്കറ്റുകൾക്കൊപ്പമായിരുന്നു. ഇതെല്ലാം ദൂരെ നിന്ന് മാത്രം കാണാൻ കഴിഞ്ഞിരുന്ന ഇന്ത്യക്കാർക്ക് ബിസ്ക്കറ്റ് ഒരു നിഗൂഢ വസ്തുവായിരുന്നു. താമസിയാതെ ഈ ബിസ്ക്കറ്റുകൾ രാജാക്കന്മാരുടെയും ധനികരായ ചില ഇന്ത്യക്കാരുടെയും വീടുകളിലേക്ക് എത്തി. വില വളരെ കൂടുതലായിരുന്നതിനാൽ പാവപ്പെട്ടവർക്കും മിഡിൽ ക്ലാസ്സിനും ബിസ്ക്കറ്റ് വാങ്ങുന്നത് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു. അക്കാലത്ത് പല സമ്പന്ന കുടുംബത്തിലും ഈ ബിസ്ക്കറ്റ് ചായയുടെ ഒരു കൂട്ടുകാരനായി മാറിക്കഴിഞ്ഞിരുന്നു. ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ ബേക്കർമാർ മുട്ട ഉപയോഗിച്ചിരുന്നതിനാൽ സമ്പന്നരാണെങ്കിൽ കൂടി ചില ഹിന്ദു കുടുംബങ്ങൾ ബിസ്ക്കറ്റ് വാങ്ങുന്നതും കഴിക്കുന്നതും ഒഴിവാക്കിയിരുന്നു. എന്നാൽ ലാലാ രാധാമോഹൻ എന്നയാൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടു. ബിസ്ക്കറ്റിൽ മുട്ട ചേർക്കുന്നു എന്ന കാരണം കൊണ്ട് ബിസ്ക്കറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്ന സമ്പന്നർക്കിടയിൽ ബിസ്ക്കറ്റ് പോപ്പുലർ ആക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് 1898 ഡൽഹിയിൽ ഹിന്ദു ബിസ്ക്കറ്റ്സ് എന്ന പേരിൽ ഒരു കമ്പനി തുടങ്ങി. ആ കമ്പനിയിലെ ജോലികൾക്കായി ബ്രാഹ്മണരെയും ഉയർന്ന ജാതിക്കാരായ ഹിന്ദുക്കളെയും മാത്രം നിയമിച്ചു. അതുകൊണ്ട് തന്നെ കാസ്റ്റ് കോൺഷ്യസ് ആയിരുന്ന ഹിന്ദുക്കളുടെ കണ്ണിൽ പോലും ഈ ബിസ്ക്കറ്റുകൾ സ്വീകാര്യമായി. ആ കമ്പനിയുടെ തുടക്കകാലത്ത് അവർ നൽകിയ പരസ്യത്തിൽ ബിസ്ക്കറ്റുകളുടെ നിർമ്മാണം മുതൽ പാക്കിംഗ് വരെയുള്ള എല്ലാ ജോലികളും അപ്പർ ക്ലാസ് ഹിന്ദുക്കളാണ് ചെയ്യുന്നതെന്നും കമ്പനിയിൽ നിർമ്മിക്കുന്ന ബിസ്ക്കറ്റുകൾ പൂർണ്ണമായും പാലിൽ മാത്രമാണ് തയ്യാറാക്കുന്നതെന്നും ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ലെന്നും പരസ്യപ്പെടുത്തി. അങ്ങനെ ഹിന്ദു ബിസ്ക്കറ്റ്സിന്റെ വർദ്ധിച്ചു വന്ന ജനപ്രീതി കണ്ട് പലരും അതേ പേരിൽ ബിസ്ക്കറ്റുകൾ വിൽക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായി ഹിന്ദു ബിസ്ക്കറ്റ്സ് വളരെ മോശാവസ്ഥയിലേക്ക് പോയി. പിന്നീട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ബ്രിട്ടാനിയ കമ്പനിയുമായി ലയിക്കുകയും ചെയ്തു. അക്കാലത്ത് മാർക്കറ്റിൽ ഇത്രയധികം ബിസ്ക്കറ്റുകളുടെ കോപ്പികൾ ഇറങ്ങിയിട്ട് പോലും പാവപ്പെട്ടവന് ബിസ്ക്കറ്റ് വാങ്ങാൻ കഴിയുന്ന രീതിയിൽ ബിസ്ക്കറ്റിന്റെ വില കുറഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ 1905 ഓഗസ്റ്റ് 7 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചരിത്രപ്രധാനമായ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചു. ആളുകൾ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ച് സ്വന്തം രാജ്യത്ത് നിർമ്മിച്ച വസ്തുക്കൾ സ്വീകരിക്കാൻ തുടങ്ങി. ഈ ഒരു മൂവ്മെന്റിനെ പിന്തുണയ്ക്കാനും വിദേശ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമായി നിരവധി ഇന്ത്യക്കാർ പ്രാദേശികമായി ബിസിനസ്സുകൾ ആരംഭിച്ചു. ആ സമയത്താണ് ഗുജറാത്തിൽ നിന്നുള്ള ഒരു തയ്യൽക്കാരനായ മോഹൻലാൽ ദയാൽ ചൗഹാൻ ഈ പ്രസ്ഥാനത്തിൽ ആകർഷണനായി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. അതിനായി എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് സ്വന്തമായി ടോഫിയും ചോക്ലേറ്റും നിർമ്മിക്കുന്ന ഒരു കമ്പനി തുടങ്ങിക്കൂടാ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കാനും സാധിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കൂടാതെ പാവപ്പെട്ട കുട്ടികൾക്ക് ടോഫി രുചിച്ചു നോക്കാൻ അവസരം നൽകുമ്പോൾ പണക്കാരുടെ കുട്ടികളിൽ മാത്രം കണ്ടുകൊതിച്ചിരുന്ന ചോക്ലേറ്റ് കഴിക്കാനുള്ള അവസരം ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ ഏറ്റവും വലിയ ചോദ്യം ഈ ടോഫികൾ എങ്ങനെ നിർമ്മിക്കാം എന്നതായിരുന്നു. കാരണം ഈ ടോഫി നിർമ്മാണം പഠിക്കാനുള്ള യാതൊരു സോഴ്സും അന്ന് ഇന്ത്യയിലില്ലായിരുന്നു. അതിനാൽ മോഹൻലാൽ ദയാലിന് വളരെ വലിയൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. 1929 ഈ ജോലി പഠിക്കാൻ വേണ്ടി അദ്ദേഹം ജർമ്മനിയിലേക്ക് പോയി. അവിടെ നിന്ന് കുറച്ചു കാലം കൊണ്ട് അദ്ദേഹം ടോഫി നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ പഠിച്ചു. അതിനുശേഷം അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങിയപ്പോൾ കൂടെ ഒരു ടോഫി നിർമ്മാണ യന്ത്രവും കൊണ്ടുവന്നു. തൻ്റെ കുടുംബം പോലും പണയപ്പെടുത്തി അന്ന് ഏകദേശം 60,000-ഓളം രൂപ മുടക്കിയാണ് അദ്ദേഹം ആ മെഷീനറി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത്. തിരിച്ചെത്തിയ ശേഷം മോഹൻലാൽ ദയാൽ മുംബൈയിലെ വിലേപാർലെ എന്ന പ്രദേശത്ത് അടച്ചിട്ടിരുന്ന ഒരു പഴയ ഫാക്ടറി വാങ്ങി.
അവിടെ താൻ കൊണ്ടുവന്ന യന്ത്രങ്ങൾ ഘടിപ്പിച്ചു. തുടക്കത്തിൽ മോഹൻലാൽ ദയാലിൻ്റെ തന്നെ കുടുംബാംഗങ്ങളായ 12 പേർ മാത്രമാണ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നത്. അവരുടെ കഴിവുകൾക്കനുസരിച്ച് അവരിൽ ഒരാൾ മാനേജർ സ്ഥാനം ഏറ്റെടുത്തു, മറ്റൊരാൾ ടോഫി നിർമ്മാണം നോക്കാൻ തുടങ്ങി, വേറൊരാൾ പാക്കേജിങ്ങും വിതരണവും കൈകാര്യം ചെയ്തു. ഇതിലെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാക്ടറി നടത്തുന്നതിൻ്റെ തിരക്കിനിടയിൽ അവർ കമ്പനിക്ക് പേരിടാൻ മറന്നുപോയി. പിന്നീട് കാലക്രമേണ രാജ്യത്തെ ആദ്യത്തെ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള മിഠായി ബ്രാൻഡ് അതിൻ്റെ ജന്മസ്ഥലമായ പാർലെയുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഈ കമ്പനിയുടെ ആദ്യത്തെ ഉൽപ്പന്നം ഒരു ഓറഞ്ച് മിഠായി ആയിരുന്നു. അത് വളരെ പോപ്പുലർ ആയിരുന്നു. പിന്നീട് പല മിഠായികളും ടോഫികളും കമ്പനി പുറത്തിറക്കിയെങ്കിലും അപ്പോഴും അഫോർഡബിൾ ആയ ഒരു ബിസ്ക്കറ്റ് വിപണിയിൽ അവൈലബിൾ അല്ലായിരുന്നു. ആ ഒരു ചിന്ത പിന്തുടർന്നെങ്കിലും പിന്നീട് 10 വർഷത്തിന് ശേഷം മാത്രമാണ് കമ്പനിക്ക് ബിസ്ക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചത്. അങ്ങനെ 1939 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ കമ്പനി അവരുടെ ആദ്യത്തെ ബിസ്ക്കറ്റ് ബേക്ക് ചെയ്തു. ആ സമയത്ത് വിപണി ഭരിച്ചുകൊണ്ടിരുന്ന ഇമ്പോർട്ടഡ് ബിസ്ക്കറ്റ് ബ്രാൻഡുകൾക്കിടയിലേക്കാണ് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയ ഒരു പോഷകാഹാര സ്രോതസ് എന്ന നിലയിൽ പാർലെ ഗ്ലൂക്കോ എന്ന പേരിൽ ആദ്യത്തെ ബിസ്ക്കറ്റ് ലോഞ്ച് ചെയ്തത്. വിലക്കുറവും ഗുണനിലവാരവും ഈ ബിസ്ക്കറ്റിനെ വളരെ ജനപ്രിയമാക്കി. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യൻ ബ്രിട്ടീഷ് സൈന്യങ്ങൾ ഈ ബിസ്ക്കറ്റുകൾ വളരെയധികം ഉപയോഗിച്ചിരുന്നു. 1947 ഇന്ത്യ സ്വതന്ത്രമാവുകയും വിഭജനത്തിന്റെ ബാക്കി പത്രം എന്നോണം ഗോതമ്പിന് പെട്ടെന്ന് ക്ഷാമം നേരിടുകയും ചെയ്തു. തുടർന്ന് പാർലേക്ക് അവരുടെ ഗ്ലൂക്കോ ബിസ്ക്കറ്റിന്റെ നിർമ്മാണം കുറച്ചു നാളത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ഇന്ത്യക്കാരെ അഭിവാദ്യം ചെയ്യുന്ന ഒരു പരസ്യത്തിൽ ഗോതമ്പ് വിതരണം സാധാരണ നിലയിലാകുന്നതുവരെ ബാർലി കൊണ്ട് നിർമ്മിച്ച ബിസ്ക്കറ്റുകൾ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം തന്റെ ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചു. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1960 ആയപ്പോൾ നിരവധി കമ്പനികൾ ഗ്ലൂക്കോ ബിസ്ക്കറ്റുകൾ എന്ന പേരിൽ അവരുടെ ബിസ്ക്കറ്റുകൾ പുറത്തിറക്കാൻ തുടങ്ങി. വിപണിയിൽ ഒറിജിനൽ ഗ്ലൂക്കോ ബിസ്ക്കറ്റ് ഏതാണെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഇത് പാർലെയുടെ വിൽപ്പനയെ സാരമായി ബാധിച്ചു. ഇത് മനസ്സിലാക്കിയ കമ്പനി വളരെ തന്ത്രപരമായ ഒരു നീക്കം നടത്തുകയും അവരുടെ ബ്രാൻഡിംഗ് മെച്ചപ്പെടുത്തുന്നതിനായി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അപരന്മാരെ നേരിടുന്നതിൻ്റെ ആദ്യപടിയായി ഒരു സ്പെഷ്യൽ പാക്കേജിംഗ് ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. അതേസമയം തന്നെ അതിൻ്റെ പാക്കേജിംഗ് യന്ത്രങ്ങൾക്കും അവർ പേറ്റന്റ് എടുത്തു. അതിനുശേഷം പാർലെയുടെ ബിസ്ക്കറ്റുകൾ ചുവന്ന പാർലെ ബ്രാൻഡിങ്ങിൽ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രമുള്ള മഞ്ഞ നിറത്തിലുള്ള മെഴുകു പേപ്പറിൽ പൊതിഞ്ഞു വരാൻ തുടങ്ങി. പാക്കേജിങ്ങിലെ ഫേമസ് ആയ പെൺകുട്ടിയുടെ ചിത്രം സുധാമൂർത്തിയുടേതാണെന്ന് പിന്നീട് റൂമറുകൾ വന്നെങ്കിലും എവറസ്റ്റ് ക്രിയേറ്റീവ് എന്ന ബ്രാൻഡിംഗ് ഏജൻസിയുടെ ആർട്ടിസ്റ്റായ മകൻലാൽ ദയ്യ തയ്യാറാക്കിയ ചിത്രമാണെന്ന് പിന്നീട് കമ്പനി തന്നെ പറഞ്ഞു. ഈ പുതിയ ബ്രാൻഡിംഗ് കുട്ടികളെയും മാതാപിതാക്കളെയും ഒരുപോലെ ആകർഷിച്ചു. അങ്ങനെ പാർലേക്ക് മറ്റു ബ്രാൻഡുകൾക്കിടയിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ സാധിച്ചു. അതിനുശേഷം 1982 കമ്പനി പാർലെ ഗ്ലൂക്കോയെ പാർലെ ജി എന്ന പേരിൽ റീപാക്കേജ് ചെയ്തു. പാർലെ ജിയിലെ ജി ഉദ്ദേശിക്കുന്നത് ഗ്ലൂക്കോ എന്നാണ്. പിന്നീട് പല പരസ്യങ്ങളിലൂടെയും പാർലെ ജി നമുക്ക് മുന്നിലെത്തി. അതിനുശേഷം പാർലേക്ക് ഒരു ഹൈപ്പ് കിട്ടിയത് 1998 ശക്തിമാന്റെ വരവോടെയാണ്. 90s കിഡ്സിന് ശക്തിമാൻ എന്തായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ പാർലെ ജി അവരുടെ ബ്രാൻഡ് എൻഡോഴ്സറിനെ കുട്ടികളുടെ ഈ പ്രിയപ്പെട്ട സൂപ്പർ ഹീറോയിൽ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ കുട്ടികളുടെ പ്രിയപ്പെട്ട സൂപ്പർ ഹീറോ ശക്തിമാൻ കാരണം പാർലെ ജി അവർക്കിടയിൽ വളരെ പോപ്പുലറായി. കൂടാതെ അവരുടെ പല ടാഗ് ലൈനുകളും മനസ്സിൽ തങ്ങി നിൽക്കുന്നവയുമായിരുന്നു. ഇന്നിപ്പോൾ പാർലേക്ക് ഒരു വലിയ പോർട്ട്ഫോളിയോ ഉണ്ട്. അതിൻ്റെ കീഴിൽ പലതരം ബിസ്ക്കറ്റുകൾ, മിഠായികൾ, ലഘുഭക്ഷണങ്ങൾ എന്നിവ വരുന്നുണ്ട്. ഇവയൊന്നും കൂടാതെ ബിസ്ലെറി, ബെയ്ലി, ഫ്രൂട്ടി, ആപ്പി ഫിസ് എന്നിവയെല്ലാം പാർലേക്ക് കീഴിലാണെന്ന് പലരും കരുതുന്നുണ്ട്. എന്നാൽ ഇത് ശരിക്കും അങ്ങനെയാണോ? ഇത് മനസ്സിലാക്കാൻ ആദ്യം നമുക്ക് മോഹൻലാൽ ദയാലിൻ്റെ കുടുംബത്തെ ഒന്ന് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇവിടെ വരെ എത്തിയെങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. മോഹൻലാൽ ദയാലിന് 5 ആൺമക്കളായിരുന്നു. അതിൽ മൂത്ത മകൻ ജയന്തിലാൽ ചൗഹാൻ അവരുടെ കുടുംബ ബിസിനസ്സിൽ നിന്ന് വേർപിരിയാനായി തീരുമാനിച്ചു. തുടർന്ന് പാർലെ അഗ്രോ എന്ന പേരിൽ ഒരു കമ്പനി ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് ബെയ്ലി, ഫ്രൂട്ടി, അപ്പി ഫിസ് തുടങ്ങിയ ജനപ്രിയ ഉൽപ്പന്നങ്ങൾ ഈ കമ്പനിയുടെ കീഴിലാണ് വരുന്നത്. അതിനുശേഷം 1970കളിൽ ഈ ജയന്തിലാൽ ചൗഹാൻ ബിസിനസ് അദ്ദേഹത്തിൻ്റെ 2 മക്കളായ പ്രകാശ് ചൗഹാൻ, രമേശ് ചൗഹാൻ എന്നിവർക്ക് വിഭജിച്ച് നൽകി. അങ്ങനെ പാർലെ അഗ്രോ പ്രകാശ് ചൗഹാന്റെ കൈകളിലേക്ക് വരികയും ബിസ്ലേരി ബ്രാൻഡ് രമേശ് ചൗഹാന്റെ കീഴിൽ വരികയും ചെയ്തു. അങ്ങനെ ജയന്തിലാൽ വേർപിരിഞ്ഞതിന് ശേഷം മോഹൻലാലിന്റെ ബാക്കിയുള്ള 4 മക്കളായ മനേക് ലാൽ, പീതാംബർ, കാന്തിലാൽ, നരോത്തം എന്നിവർ പാർലെ പ്രോഡക്ട്സിന്റെ ഉടമകളായി തീർന്നു. ബിസ്ക്കറ്റിന്റെ തുടക്ക കാലഘട്ടത്തിൽ വിപണിയിൽ ആധിപത്യം പുലർത്തിയിരുന്ന പാർലേക്ക് നിലവിലെ സാഹചര്യത്തിൽ പോലും 40% മാർക്കറ്റ് ഷെയർ ആണുള്ളത്. ഇത് മറ്റേതൊരു ബിസ്ക്കറ്റ് ബ്രാൻഡിനേക്കാളും കൂടുതലാണ്. അതായത് ഏകദേശം 100 വർഷത്തിന് ശേഷവും വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ പാർലെ സ്വീകരിച്ച തന്ത്രങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ പാർലെ എന്ന കമ്പനിക്ക് പാർലെ ജി എന്നൊരു ഹീറോ പ്രോഡക്റ്റ് ഉണ്ട്. അതിൻ്റെ വൻ വിജയത്തിന് ശേഷവും അവർ വെറുതെ കയ്യും കെട്ടി നോക്കിയിരുന്നില്ല. ആദ്യം മുതൽ തന്നെ മാർക്കറ്റിൽ റിസർച്ച് നടത്തിക്കൊണ്ട് കമ്പനി ആളുകളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ഓരോരോ പ്രോഡക്റ്റുകളായി മാർക്കറ്റിലേക്ക് ഇറക്കാനും തുടങ്ങി. ആദ്യമായി പാർലെ ഗ്ലൂക്കോ ബിസ്ക്കറ്റ് പുറത്തിറക്കിയപ്പോൾ എല്ലാവരും മധുരമുള്ള ചായക്കൊപ്പം മധുരമുള്ള ബിസ്ക്കറ്റുകൾ കഴിക്കാൻ ഇഷ്ടപ്പെട്ടു. അവരുടെ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പേർക്ക് ചായക്കൊപ്പം ഉപ്പിൻ്റെ ടേസ്റ്റും ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി.
അങ്ങനെയാണ് 1939 പാർലെ മൊണോക്കോ ബിസ്ക്കറ്റുകൾ പുറത്തിറക്കിയത്. പിന്നീട് കുട്ടികളെയും യുവാക്കളെയും ആകർഷിക്കുന്നതിനായി 1956 കമ്പനി പാർലെ ചീസ്ലിങ്സ് പുറത്തിറക്കി. അതൊരു യുണീക്ക് പ്രോഡക്റ്റ് ആയിരുന്നു. ആ ഒരു ചെറിയ സ്ക്വയർ ഷേപ്പിലുള്ള സ്നാക്സ് അക്കാലത്ത് വളരെ പോപ്പുലറായി. 1963 കിസ്മി എന്ന ടോഫി അവർ പുറത്തിറക്കി. പിന്നീട് 1966 പാർലെ പോപ്പിൻസ് പുറത്തിറക്കുന്നത്. പോപ്പിൻസിന് ഇപ്പോഴും ഫാൻസ് ഉണ്ടെന്നുള്ളതാണ് സത്യം. ഇതിനു പുറമെ മെലഡി, പിന്നെ എൻ്റെ ഫേവറേറ്റായ ക്രാക്ക് ജാക്ക്, 2020, മാജിക്സ്, മിൽക്ക് ശക്തി, മാംഗോ ബൈറ്റ്, ലണ്ടൻ ഡയറി, ഹൈഡ് ആൻഡ് സീക്ക് തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങൾ പാർലെ പുറത്തിറക്കി. ഈ പറഞ്ഞ പ്രോഡക്റ്റുകൾക്കെല്ലാം മികച്ച സ്വീകാര്യത ലഭിക്കുകയും അതോടൊപ്പം ഇന്ത്യയുടെ ബിസ്ക്കറ്റ് വിപണി പിടിച്ചടക്കാൻ പാർലയെ സഹായിക്കുകയും ചെയ്തു. 2012 ആയപ്പോഴേക്കും 40 ലക്ഷം കടകളിലൂടെയാണ് പാർലെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ടിരുന്നത്. 2013 പാർലേജിയുടെ വിറ്റുവരവ് 5000 കോടിയിലധികമായി. അതിനുശേഷം കൊറോണ വന്നപ്പോൾ ലോക്ക്ഡൌണിന്റെ സമയത്ത് അത് പാർലേജിക്ക് ഗുണം ചെയ്തു. ആ സമയത്ത് കമ്പനിയുടെ വിറ്റുവരവ് 8000 കോടി കവിഞ്ഞു. ഇന്ന് പാർലേജി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബിസ്ക്കറ്റ് സെല്ലിംഗ് ബ്രാൻഡാണ്. അവർ ഓരോ മാസവും 1 ബില്യൺ പാക്കറ്റ് ബിസ്ക്കറ്റുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓരോ സെക്കൻഡിലും ശരാശരി 4551 പാർലേജി ഉപയോഗിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു ഘട്ടത്തിൽ പാർലേജിയുടെ ഡിമാൻഡ് വളരെയധികം വർദ്ധിച്ചപ്പോൾ കമ്പനിക്ക് അത്രയധികം പ്രോഡക്റ്റുകൾ നിർമ്മിക്കാൻ സാധിക്കാതെ വന്നു. ആ ഒരു സിറ്റുവേഷനിൽ ലോക്കൽ ബേക്കറികളുമായി കൈകോർക്കാം എന്നുള്ള സമർത്ഥമായ തീരുമാനം കമ്പനി എടുത്തു. അതിനെ തുടർന്ന് കമ്പനി അവരുടെ ബിസ്ക്കറ്റുകളുടെ സീക്രട്ട് ഫോർമുല ആ ബേക്കറികൾക്ക് നൽകി. അങ്ങനെ ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ ലോഡ് കുറഞ്ഞു. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായി ഒരു സ്ട്രോങ് ആയ ഒരു സപ്ലൈ ചെയിൻ അതിലൂടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ഇത് കാരണം കടകളിലെ ബിസ്ക്കറ്റുകൾ തീർന്നാൽ തൊട്ടടുത്ത ബേക്കറികളിൽ നിന്ന് ബിസ്ക്കറ്റുകൾ കടകളിലേക്ക് വേഗത്തിൽ എത്തിക്കാനും അവർക്ക് സാധിച്ചു. ഈ ഒരു തന്ത്രം കുറച്ചു നാളത്തേക്ക് വർക്കൗട്ടായി. പക്ഷെ പിന്നീട് ബൾക്ക് ഓർഡറുകൾ വരാൻ തുടങ്ങിയപ്പോൾ സ്വന്തമായ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കമ്പനി ശ്രദ്ധിച്ചു. കൂടുതൽ ഉൽപ്പാദനം നടത്താൻ അവർക്ക് കൂടുതൽ റോ മെറ്റീരിയൽസ് വേണ്ടി വന്നു. അത് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് അതിൽ ഡിസ്കൗണ്ടും ലഭിച്ചു. ഈ ഒരു രീതിയിൽ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തിയപ്പോൾ അവരുടെ ലാഭവും വളരെയധികം വർദ്ധിച്ചു. പാർലേജിക്ക് ധാരാളം കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് സ്റ്റോക്ക് തീർന്നു പോകുന്നതിന് മുമ്പ് തന്നെ കടയുടമകൾ ഓർഡർ നൽകാൻ ശ്രമിച്ചിരുന്നു. ബിസ്ക്കറ്റുകളുടെ ഡിമാൻഡ് ഇത്രയധികം വർദ്ധിക്കുമ്പോൾ മറ്റേതൊരു കമ്പനി ആയിരുന്നാലും ഒരുപക്ഷെ അതിൻ്റെ വില അല്പമെങ്കിലും വർദ്ധിപ്പിച്ചേനെ. പക്ഷെ പാർലേജി അങ്ങനെ ചെയ്തില്ല. 25 വർഷം മുമ്പ് അവരുടെ ആദ്യകാലങ്ങളിൽ ഇത് ഏറ്റവും വില കുറഞ്ഞ ബിസ്ക്കറ്റ് ആയിരുന്നെങ്കിൽ ഇന്നും ഇത് ഏറ്റവും വില കുറഞ്ഞ ബിസ്ക്കറ്റായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 25 വർഷത്തെ വിലവർദ്ധനവ് നോക്കിയാൽ, ഉദാഹരണത്തിന് പെട്രോളിന്റെ വില നോക്കിയാൽ തന്നെ 1998-99 പെട്രോളിന്റെ വില 1 ലിറ്ററിന് 25 രൂപയായിരുന്നെങ്കിൽ ഇന്ന് പെട്രോളിന്റെ വില 105 രൂപയാണ്. എന്നാൽ പാർലേജി അവരുടെ ബിസ്ക്കറ്റിന്റെ വില ഈ 25 വർഷത്തിനുള്ളിൽ 1 രൂപ പോലും കൂട്ടിയില്ല. ഇങ്ങനെ വില വർദ്ധിപ്പിക്കാതെ പാർലേജി അവരുടെ ബിസ്ക്കറ്റ് നഷ്ടത്തിലാണ് വിറ്റുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം 2022 സാമ്പത്തിക വർഷത്തിലെ കണക്ക് പ്രകാരം പാർലേജിയുടെ ലാഭം 256 കോടി രൂപയാണ്. ഈ പ്രോഫിറ്റ് മാർജിൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും, കസ്റ്റമേഴ്സിന് പോലും മനസ്സിലാകാത്ത രീതിയിൽ വളരെ സൈലൻ്റായി പാർലേജി അതിൻ്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമേഴ്സ് അധികം പണം നൽകാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ള കാര്യം കമ്പനിക്ക് നന്നായി അറിയാം. കാരണം ഒരിക്കൽ അവർ ബിസ്ക്കറ്റുകൾക്ക് വെറും 50 പൈസ വർദ്ധിപ്പിച്ചപ്പോൾ അവരുടെ വിൽപ്പന കുറയാൻ തുടങ്ങി. ഒപ്പം ആളുകൾ പ്രതിഷേധിക്കാനും തുടങ്ങി. ഈ ഒരു സാഹചര്യത്തിൽ പാർലേജിയുടെ മാനേജ്മെൻറ്റ് ടീം ബിസ്ക്കറ്റിൻ്റെ വില വർദ്ധിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു. പകരം അതിൻ്റെ അളവ് കുറയ്ക്കാമെന്നായി തീരുമാനം. അതായത് നേരത്തെ 4 രൂപയ്ക്ക് പാർലേജിയുടെ 100 ഗ്രാമിൻ്റെ പാക്കറ്റ് നമുക്ക് ലഭിക്കുമായിരുന്നെങ്കിൽ ഇന്ന് 5 രൂപയ്ക്ക് ലഭിക്കുന്നത് വെറും 55 ഗ്രാം മാത്രമാണ്. അതായത് വിലയ്ക്ക് യാതൊരു മാറ്റവും വരുത്താതെ ക്വാണ്ടിറ്റിയാണ് കുറച്ചത്. അങ്ങനെയാണ് കമ്പനിയുടെ ഈ ഒരു ഹീറോ പ്രോഡക്റ്റായ പാർലേജിയിലൂടെ രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലുമുള്ള ചെറിയ കടകളിൽ പോലും പാർലേജിക്ക് എളുപ്പത്തിൽ ആക്സസ് ലഭിച്ചത്. പാർലേജിയുടെ ഈ ശക്തമായ വിതരണ രീതി കാരണം കമ്പനി ഒരു പുതിയ ഉൽപ്പന്നം പുറത്തിറക്കുമ്പോഴെല്ലാം അത് വളരെ വേഗത്തിൽ വിപണിയിലെത്തിക്കാൻ അവർക്ക് സാധിക്കുന്നു. ഈ രീതിയിൽ കൂടുതൽ പരിശ്രമമില്ലാതെ തന്നെ അവരുടെ ഓരോ പുതിയ ഉൽപ്പന്നങ്ങൾക്കും നല്ല എക്സ്പോഷർ ലഭിക്കുകയും അതിലൂടെ കമ്പനിക്ക് വളരെ എളുപ്പത്തിൽ ഏൺ ചെയ്യാനും സാധിക്കുന്നു. ഈ പാർലേജിയുടെ ജനപ്രീതി ഇന്ത്യയിൽ മാത്രമാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതിൻ്റെ ഉത്തരം അല്ല എന്നാണ്. കാരണം USA, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ പാർലേജിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരുണ്ട്. മാത്രമല്ല അതിൻ്റെ നിർമ്മാണ യൂണിറ്റുകളും പല രാജ്യങ്ങളിലും ഉണ്ട്. കൂടാതെ ഒരു കാര്യം കൂടി, നമ്മൾ ഇന്ത്യക്കാരെ പോലെ തന്നെ ചൈനക്കാർക്കും ഈ ബിസ്ക്കറ്റിൻ്റെ കാര്യത്തിൽ ഭ്രാന്താണ്. അതിനാലാണ് പാർലേജി ചൈനയിലും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബിസ്ക്കറ്റായി മാറിയത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പാർലേജിയുമായുള്ള ഏത് തരത്തിലുള്ള ഓർമ്മകളാണ് നിങ്ങൾക്കുള്ളതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇത്രയുമാണ് ഈ വീഡിയോയിൽ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. വീഡിയോ കണ്ടതിന് നന്ദി.